ഹലോ, ഇതേതാ മീനെന്ന് മനസ്സിലായോ? ഏത് മീൻ്റെ തലയാണെന്ന് മനസ്സിലായോ? ഇത് വരാലാണ് കേട്ടോ. വരാലിൻ്റെ തലയാണ് ആ കാണിച്ചത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് വരാലെന്ന് തന്നെയാണോ വിളിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഓരോ നാട്ടിലും മീനിന് ഓരോ പേരാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് നാൾ കൂടിയാണ് കേട്ടോ വരാൽ കിട്ടിയത്. ഈ വരാൽ സീ ഫിഷ് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു മീനാണ് കേട്ടോ. അപ്പോൾ മുന്നെയൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ഈ നാട്ടിൻപുറത്തൊക്കെ ഒരു വീട്ടിൽ തന്നെ 3-4 കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളങ്ങളിലൊക്കെ ഈ മീൻ കിട്ടും കേട്ടോ. ഈ വരാലുണ്ടാവും. കുളത്തിൽ മാത്രമല്ല, നമ്മുടെ തോട്ടിലും പാടത്തും ഒക്കെ ഉണ്ടാവാറുള്ള ഒരു മീനായിരുന്നു കേട്ടോ വരാൽ. ഇപ്പോൾ പലയിടത്തും കുളങ്ങളൊന്നും ഇല്ലല്ലോ. അതേപോലെ തോട്, പാടം ഒക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മീനും വളരെ റെയറായിട്ട് മാത്രം വാങ്ങിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഞാനിത് മുളക് കറിയാണ് കേട്ടോ വെച്ചത്, ആസ് യൂഷ്വൽ. പിന്നെ ഈ പണ്ടുണ്ടല്ലോ, ഈ നാട്ടിൻപുറത്തൊക്കെ 3-4 കുളങ്ങളുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഈ വേനൽക്കാലമാകുമ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ മാത്രമായിരിക്കും വെള്ളം വരിക. അപ്പോൾ അത് വീണ്ടും നല്ല വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുളം അങ്ങ് വെട്ടാറുണ്ട്. കുളം വെട്ടുക എന്ന് പറയുമ്പം കുളത്തിനകത്ത് നിന്നിട്ടാണ് കുറച്ച് പേര് വെട്ടുക. അപ്പോൾ ഈ ചോട്ടിൽ നിൽക്കുന്ന ആ വെള്ളം കോരിക്കളയും. കാരണം നല്ല വെള്ളം വരാൻ വേണ്ടിയിട്ട്. അതിന് വെള്ളം കുളം തേകുക എന്ന് പറയാറ് കേട്ടോ. അപ്പം ഒരു പാട്ട വെച്ചിട്ട് ഈ ഇരുകരകളിലും അകത്ത് കുറച്ച് പേര് വെട്ടുമ്പോൾ ഇരുകരകളിലും 2-4 പേര് നിൽക്കാറുണ്ട്. അപ്പോൾ ഒരു വലിയ പാട്ട ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പാട്ടയിൽ ഒരു കയറ് കെട്ടിയിട്ട് ഈ കുളത്തിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്നവർക്ക് വരാലിൻ്റെ തല കണ്ടോ, വലിയ തലയാട്ടോ. അപ്പോൾ ഇരുവശങ്ങളിൽ നിൽക്കുന്നവർക്ക് കയറിൻ്റെ അറ്റം ഉണ്ടാവും. അപ്പോൾ അവർ ആ അറ്റത്ത് പിടിച്ചിട്ടാണ് ഈ നമ്മുടെ കുളത്തിൽ നിന്ന് വെള്ളം തേകി തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ താഴെ ചെളിയും അതേപോലെ തന്നെ കുളത്തിലേക്ക് വീണ കരികലയുണ്ടല്ലോ, അത് അഴുകിയതുമൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തിരിക്കാറാണ് ഈ മീനുകളൊക്കെ പതിവ്. അപ്പോൾ പക്ഷേ ഇത് വെച്ച് കോരിയെടുക്കുമ്പോഴുണ്ടല്ലോ, പാട്ട വെച്ച് കോരിയെടുക്കുമ്പോൾ ഈ മീനുകളൊക്കെ ആ പാട്ടയിൽ കയറും. അപ്പോൾ അത് തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇടുമ്പോൾ അത് തെങ്ങിൻ്റെ ചോട്ടിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ടാവും. ഈ വരാലാണെങ്കിൽ ഭയങ്കര പിരിവിരിപ്പിനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ ഭയങ്കര പിരിവിരിപ്പ് കാണിക്കുമ്പോൾ വരാൽ കണ്ണാന്ന് വിളിക്കാറുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഈ വരാലിനെയും ചെമ്പല്ലിയും അണ്ടികളിയും ഇതൊക്കെയാണ് സാധാരണ കുളത്തിലുണ്ടാവാറുള്ളത്. അപ്പോൾ അതിനെ നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ ചോട്ടി വീഴുമ്പോൾ അപ്പം തന്നെ പെറുക്കിയെടുത്തില്ലെങ്കിൽ അത് അതിൻ്റെ തോന്നുന്ന വഴിക്ക് പോകും. എന്നിട്ട് അവന്മാരെ പിടിച്ച് ഒരു കുടത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെക്കും. കാരണം ഈ കുടത്തിൻ്റെ താഴത്തെ ഭാഗം കുറച്ച് വട്ടം വലുതും വട്ടം ചെറുതുമാണല്ലോ മേളിൽ. അതുകൊണ്ട് അവന്മാർക്ക് ചാടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മീനെ അതിനകത്തിട്ട് വെക്കുമ്പോൾ ചെറിയ മീനുകളെ പിടിച്ച് വീണ്ടും ആ കുളം വെട്ടൽ കഴിയുമ്പോൾ തിരിച്ച് കുളത്തിലേക്ക് ഇടും. കാരണം നെക്സ്റ്റ് ഇയർ വീണ്ടും എടുക്കാം. അത് അവനവിടെ കിടന്ന് വീണ്ടും ഉൽപ്പാദിപ്പിക്കുമല്ലോ. അപ്പോൾ അത് കോരിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ അത് മീനൊക്കെ നല്ല കറിയൊക്കെ അത്യാവശ്യം പാകമായി കേട്ടോ. അതാ കണ്ടോ, മീൻ്റെ തലയൊക്കെ കണ്ടോ. ഇതിനകത്ത് മീനിൻ്റെ മണം മാത്രമല്ല വരുന്നത്. ഈ വരാലിനെ കാണുമ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ചിട്ട് നൊസ്റ്റുവിൻ്റെ ആ ഒരു സ്മെല്ലിലൂടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വരുന്നുണ്ടോ? അപ്പോൾ കണ്ടോ, ഇതിൻ്റെ തല കണ്ടോ, തല അത്യാവശ്യം വലുതായിരുന്നു. അപ്പോൾ കാച്ച് യു ലേറ്റർ. ടിൽ ദെൻ ബൈ.